Hi dears, welcome to ACHUS DESIGN. ഇന്ന് നമ്മൾ റോ കോട്ടൻ്റെ ഫാബ്രിക്കിലാണ് ഈ നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓറഞ്ച് കളറ്, ഗ്രീൻ കളറ്, ഡാർക്ക് റോസ് കളറ്. അപ്പോൾ ഈ ഒരു 3 കളറ് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പാറ്റേൺ വന്നിട്ട്. ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ഫുൾ കവർ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഫ്ലവേഴ്സും ലീഫും സ്റ്റെമ്മും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്മോൾ സൈസിലുള്ള ബീഡ്സ്, വൈറ്റ് കളറിലെ ബീഡ്സാണ് ഞാനിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഈ ഒരു അളവ് വരുന്ന ബീഡ്സാണ് ഞാനിവിടെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് വേണം നമുക്ക് ഈ ഒരു ബീഡ് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ബീഡ് ഫിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ലോക്കിട്ട് കൊടുക്കുക. നമുക്ക് സെൻറ്റർ ബീഡ്സ് ആയതുകൊണ്ട് അത് ഇളകി പോവുകയും ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ലോക്കിട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ഫ്ലവറിനും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ചുറ്റിനും, അതായത് സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഈ ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബീഡൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റെമ്മാണ് കേട്ടോ. അപ്പോൾ സ്റ്റെമ്മ് ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റെം സ്റ്റിച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഇതുപോലെ അങ്ങ് ചെയ്തു പോയാൽ മതി സ്റ്റെം സ്റ്റിച്ച്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സ്റ്റെം സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടെ തിക്ക് ആയിട്ടുള്ള സ്റ്റെം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ത്രെഡിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ 6 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 or 10 ഒക്കെ ആയിട്ട് നമുക്ക് അളവ് കൂട്ടി നമുക്ക് തിക്കായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റെമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള സ്റ്റെംസും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തേക്ക് ആദ്യം ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം ഒരു സൈഡ് മൊത്തം നമുക്കൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഞാൻ 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഒരു സൈഡ് മാത്രം നമുക്ക് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം അടുത്ത ഭാഗം കവർ ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഭാഗം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ ഒട്ടും സ്പീഡ് കൂട്ടിയിട്ടില്ല, അപ്പം പതുക്കെയാണ് ചെയ്തു പോകുന്നത്. അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പം നമ്മൾ ലീഫാണെങ്കിലും സ്റ്റെമ്മൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും വളരെ പതുക്കെ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. സിൽക്ക് ത്രെഡൊക്കെ ആണെങ്കിൽ കുടുങ്ങി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പതുക്കെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കോട്ടൺ ത്രെഡ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ ത്രെഡ് എടുത്താൽ മതിയാവും. 6 സ്ട്രാൻഡ്സ് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമുക്ക് സ്റ്റെം ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു അളവിൽ തന്നെ കോട്ടൺ ത്രെഡ്സ് എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്ലവറാണ്. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ റിംഗ് നോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 8 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 പ്രാവശ്യം നീഡിലൊന്ന് ചുറ്റിയിട്ട് പതുക്കെ താഴേക്ക് വലിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ബലത്തിൽ നമ്മൾ റിംഗ് നോട്ട് ചെയ്യുമ്പോൾ താഴേക്ക് നമ്മൾ വലിച്ചു കൊടുക്കരുത്. ത്രെഡിൽ പതുക്കെ വേണം നമ്മൾ ആ ഒരു ബലം കൊടുക്കാനായിട്ട്. നമ്മൾ ഫ്ലവർ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യുന്നുള്ള നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം കാണിച്ച കളറുണ്ടല്ലോ, അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ നമുക്ക് വന്നിട്ടുള്ളത്. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്. റിംഗ് നോട്ടും സ്റ്റെമ്മും സാറ്റിൻ ലീഫും ഒക്കെ വന്നിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ള ഒരു സ്റ്റിച്ചസ് ഇവിടെ നമുക്ക് വന്നിട്ടില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക്